ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ, ഫൈനലിന് മുന്നൊരു ഫൈനൽ. അങ്ങനെ പല പേരുകൾ, പല രീതിയിൽ അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഫ്രാൻസിൻ്റെ അറ്റാക്കിനെ വലിയ രീതിയിൽ പ്രൈസ് ചെയ്തിരുന്നു. 16 ഗോളുകൾ അടിച്ചു, വലിയ മെഷീൻ ഗണ്ണുള്ള അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ സ്പെയിൻ അതെല്ലാം തകർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സ്പെയിൻ 2-0 എന്നുള്ള സ്കോറിന് ഒരു ക്ലീൻ ഷീറ്റോടുകൂടി ഫ്രാൻസിനെ മറികടന്ന് ഫൈനലെത്തിയിരിക്കുന്നു. അപ്പോൾ നൂറ, ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഫ്രാൻസിൻ്റെ അറ്റാക്ക് ഭയങ്കര സ്ട്രോങ് ആണ്, അവർ കുറേ ഗോളടിക്കും അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ സ്പെയിന് അതേസമയം നല്ല ഡിഫെൻസായിരുന്നു ഈ ഒരു വേൾഡ് കപ്പിലുടനീളം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാച്ച് എന്ന് പറയുന്നത്, ആ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ഇന്നലത്തെ മാച്ച് എന്ന് പറയുന്നത്, ഇന്നലെ നമ്മൾ ഫ്രാൻസിൻ്റെ സൈഡിൽ പൊതുവേ ഉള്ള പോലെ കാര്യമായിട്ടുള്ള അറ്റാക്ക് ഇന്നലെ കാണാൻ സാധിച്ചില്ല എന്നൊരു ഫാക്റ്റാണ്. പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്നൊരു സംഭവമാണ്, അറ്റാക്ക് ക്യാൻ വിൻ യു ഗെയിംസ് ബട്ട് ഡിഫെൻസ് ക്യാൻ വിൻ യു ടൈറ്റിൽസ്. ആ ഒരു പാതയിലൂടെയാണ് ഇപ്പോൾ സ്പെയിൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ഒരു മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഭയങ്കര ഓർഗനൈസ്ഡാണ്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഈ 11 പ്ലെയേഴ്സും ഒരു പോലെ ആ ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫെറ്റീഗ് എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലും തളർന്നു പോകുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നില്ല. കാരണം ഇവർ ഈ 11 പേരും ബോൾ വെച്ചിട്ട്, വിത്ത് ബോൾ, നമ്മളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫുട്ബോളാണ് വിത്ത് ബോൾ പൊസഷൻ വെച്ചിട്ട് കളിക്കുന്ന ഒരു ടീം ടൈറ്റിൽ വിൻ ചെയ്യുന്നത്. ബാക്കി അല്ലാതെ ടീമൊക്കെ ഇപ്പോൾ ആർസനലൊക്കെ ടൈറ്റിൽ വിൻ ചെയ്തിരുന്ന ടൈമിൽ അതിന് 2 സൈഡ് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ടീം ടൈറ്റിൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഭയങ്കര കംപ്ലീറ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം ഫുട്ബോൾ ഫാൻസ് ആണുള്ളതെന്നാണ് മെജോറിറ്റി ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ തരത്തിലാണ് ആക്ച്വലി സ്പെയിൻ കളിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ബിഫോർ ദ മാച്ച് വി ഹാവ് ടോൾഡ് ദിസ്, ലൈക്ക് ഈ മാച്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാറ്റിൽ ഇറ്റ് വിൽ ബി ഇൻ ദ മിഡ്ഫീൽഡ്. അത് മിഡ്ഫീൽഡ് തന്നെ ആയിരിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കാൻ പോകുന്നത് അവരുടെ സിംഗിൾ പിവട്ടായിട്ട് കളിക്കുന്ന റോഡ്രിനെ ആയിരിക്കും. റോഡ്രി ഇഞ്ചുറിയുടെ പ്രശ്നങ്ങൾ, ആൾ ഈ പറഞ്ഞ നേഷൻസ് ലീഗ്, അതായത് കഴിഞ്ഞ പ്രാവശ്യം സ്പെയിന് ഫ്രാൻസിനെ തകർത്തു എന്ന് പറയുന്ന ആ നേഷൻസ് ലീഗിൽ റോഡ്രി ഇല്ല, എന്നിട്ടാണ് അവരത് കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോൾ ദേ ഹാഡ് ദാറ്റ് വെരി എക്സ് ഫാക്ടർ റോഡ്രി. ഈ റോഡ്രിനെ വെച്ചിട്ട് തന്നെ പലതരത്തിൽ, അതായത് ഇവരുടെ ഒരു മിഡ്ഫീൽഡ് ടു അറ്റാക്കിംഗ് ആ ഒരു സോണിലോട്ട് ബോൾ കിടക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. ആ തരത്തിൽ റോഡ്രിക്ക് പല ടൈമിലും എംബാപ്പനെ പോലത്തെ, അല്ലെങ്കിൽ ഡെംബെലെ പോലത്തെ, ഒലീസിയെ പോലത്തെ പ്ലെയേഴ്സിന് സ്ക്രീൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുക്കറയ്യ ലെഫ്റ്റ്, അവിടെ സ്പെയിനിൻ്റെ ലെഫ്റ്റിൽ കുക്കറയ്യ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒലീസയാണ് ആ ഒരു റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കുക്കറയ്യ ഒലീസി ബാറ്റിൽ കുക്കറയ്യ വാസ് വിന്നിങ് എവറി ടൈം എന്നുള്ളത് നമ്മൾ ഏകദേശം ഈ മാച്ചിൽ കണ്ടു. പിന്നെ പറയേണ്ടത് പല 1v1 സിറ്റുവേഷൻസ്, അതായത് ഞാൻ മാച്ചിൽ കണ്ടൊരു സംഭവമാണ്, എപ്പോഴൊക്കെയാണ് ഒരു 1v1 സിറ്റുവേഷൻസ് ഈ ഒരു ഫ്ലാങ്കിൽ വരുന്നത്, ആ വരുന്ന ടൈമിൽ ഒരിക്കലും ഒരു പ്ലെയർ മാത്രം മാൻ മാർക്ക് ചെയ്ത് പോകുന്ന ഒരു സ്പെയിനല്ല നമ്മൾ കണ്ടത്. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരാൾ മാർക്ക് ചെയ്യും, പക്ഷെ മാർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ എവിടേക്കാണോ പാസ് പോകാൻ ചാൻസ് ഉള്ളത് ആ പാസ് സ്ക്രീൻ ചെയ്യുന്ന തരത്തിലുള്ള സ്പെയിനിനെ നമ്മൾ ഇന്നലത്തെ മാച്ചിൽ കണ്ടു. പിന്നെ ഇവരുടെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു സംഭവമാണ് ഡിഫെൻസ് ക്യാൻ വിൻ യു ടൈറ്റിൽസ്. ടൈറ്റിൽ ഇപ്പോൾ വേൾഡ് കപ്പിൽ ജയിക്കോ ഇല്ലെന്ന് നമുക്കറിയില്ല, പക്ഷേ ഇതിൻ്റെ ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഒരേപോലെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവരുടെ ഫസ്റ്റ് ലൈൻ ഓഫ് പ്രഷറിൽ വരുന്ന ആളുകളാണ് ഈ ഫാബിയൻ റൂയിസ്. ഇന്നലത്തെ ഒരു സ്റ്റാർട്ടിംഗ് ലൈൻ നോക്കുകയാണെങ്കിൽ ഫാബിയൻ റൂയിസ്, ഓൾമോ. ഇത് കഴിഞ്ഞിട്ട് മറികടന്നിട്ട് റോഡ്രിയിലേക്ക് എത്തണം. ഈ റോഡ്രിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടാണ് പിന്നെ ലെപ്പോർട്ടയും കുബാർസിയും അവിടെ എക്സ്പോസ്ഡ് ആവണേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം സിമിയോണിൻ്റെ അടുത്ത് ബോൾ എത്താൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേന് ഈ ഒരു അറ്റാക്കേഴ്സ് ഏകദേശം ഒരു തളർന്നു പോകുന്നൊരു ഫീല് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇത്രയും ഒരു ലൈൻ ഓഫ്, അല്ലെങ്കിൽ ഇത്രയും ഒരു ഡിഫൻസ് കോട്ട കടന്ന് പോകുമ്പോഴത്തേക്ക് അവരുടെ എനർജി ഒരുപാട് എക്സ്പോസ്ഡ് ഉണ്ട്. പിന്നെ ഫുവൻ്റെ ചെയ്തൊരു സംഭവം, അല്ലെങ്കിൽ ആ തരത്തിൽ സ്പെയിന് കളിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് ഇവർ ഗോൾ സ്കോർ ചെയ്തതിന് ശേഷം ഇവർ സെറ്റിൽ ഡൗൺ ചെയ്തില്ല. ഇപ്പോൾ പൊതുവേ നമ്മൾ ഈ വേൾഡ് കപ്പിൽ പല ടീമുകളും ഒരു ഗോൾ സ്കോർ ചെയ്ത് അതിനെ സിറ്റ് ബാക്ക് ചെയ്യുന്ന ടീമുകൾ കണ്ടു. ബട്ട് സ്പെയിൻ വാസ് ഡിഫറെൻറ്റ്. അവർ വീണ്ടും അറ്റാക്ക് ചെയ്തു. അവർ എപ്പോഴാണോ ദേ മേഡ് ഷുവർ ലൈക്ക് ദേ ഹാഡ് ഇനഫ്, എന്നിട്ട് അവർ സെറ്റിൽ ഡൗൺ ചെയ്തുള്ളൂ. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഈ പറയുന്ന ഫ്രാൻസ് തന്നെ ഭയങ്കര ആക്റ്റീവായിട്ട് വന്നത്. കാരണം ലൈക്ക് പ്രോ ആക്റ്റീവായിട്ട് വന്നാലേ പരിപാടി നടക്കുള്ളൂ, ആ ഒരു ഡിഫെൻസിന് തകർത്ത് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഇവർ പ്രോ ആക്റ്റീവ് ആവുന്ന ടൈമിൽ വാട്ട് ഹാപ്പൻ വാസ് ഇവരുടെ എനർജി ഒരുപാട് വേസ്റ്റായി പോകുന്നുണ്ടായിരുന്നു. എനർജി ഭയങ്കര, അതായത് ഒരുപാട് എനർജി കൊടുക്കണമല്ലോ ഇങ്ങനെ ആക്റ്റീവ് ആയി നിൽക്കുന്ന ടൈമിൽ. ആ തരത്തിൽ സ്പെയിനിന് ഫ്രാൻസിനെ കളിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടെമ്പോ കൺട്രോൾ ചെയ്തത് സ്പെയിനാണ്. ടെമ്പോ കൺട്രോൾ ചെയ്തത് അത് ഇന്നലത്തെ മാച്ചിൽ നമ്മളത് കണ്ടതാണല്ലോ, അത് നമ്മൾ കണ്ടാണ്. അപ്പോൾ നൂറ് പറഞ്ഞ പോലെ ഫ്രാൻസിൻ്റെ അറ്റാക്കിനെ സ്പെയിൻ്റെ ഡിഫെൻസ്
പിടിച്ച് കെട്ടിയെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒലീസയെ പൂട്ടാൻ എനിക്ക് തോന്നുന്നു റോഡ്രിയാണ് അവർ കൂടുതൽ ഏൽപ്പിച്ചത് എന്ന് തോന്നുന്നു. പക്ഷേ കുബാർസിയുടെ പെർഫോമൻസ് നമ്മൾ എടുത്തു പറയേണ്ടതല്ലേ. അതായത് നേരത്തെ ഒരു ഇതിൽ കണ്ടിരുന്നത് എംബാപ്പെ വേഴ്സസ് കുബാർസി ഒരു 1v1 വരുമ്പോൾ അത് കുബാർസിക്കായിരിക്കും എന്നുള്ള ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോംബോ കുബാർസിയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുബാർസിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർഗ്യബിളി ഈ നിലവിലെ വേൾഡ് കപ്പിൽ ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തൊരു സെൻറ്റർ ബാക്ക് എന്ന് പറയുന്നത് കുബാർസിയാണ്. ഒരുപക്ഷെ ബെസ്റ്റ് യങ് പ്ലെയർ, അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ബെസ്റ്റ് യങ് പ്ലെയർ കിട്ടേണ്ടതും ഈ താരത്തിന് തന്നെയാണ്. നമ്മൾ ഈ കുബാർസിനെ പറ്റി പറയുമ്പോൾ കുബാർസിക്ക് ക്ലബ് ഫുട്ബോൾ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ചില സമയത്ത് ഓവർ കമ്മിറ്റ്മെൻറ്റ് കാരണം ഒരു ബോൾ മിസ്സാവുന്നത്, അല്ലെങ്കിൽ ഓവർ കമ്മിറ്റ്മെൻറ്റ് കാരണം ഒരു യെല്ലോ കാർഡ് കൺസിഡർ ചെയ്യുന്ന ഒരു പ്രശ്നം കുബാർസിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഹ്യൂസനെ പുറത്തിരുത്തി കുബാർസിയിൽ എത്രയും വിശ്വാസം അർപ്പിക്കുന്നത് കണ്ടപ്പോഴും ആളുകൾക്ക് ഒരു ചർച്ച ഉണ്ടായിരുന്നു. കാരണം ഹ്യൂസൻ കുറച്ചും കൂടി മെച്ചുവേർഡാണ്, ആൾ ആ ഒരു രീതിയിൽ കളീനെ കൈകാര്യം ചെയ്യും, ഒന്നുകൂടെ നാഷണൽ ടീമിൻ്റെ കൂടെ ഒരു പരിചയ സമ്പത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഒരു വിമർശനം ലാഫുവൻ്റെനെ മേലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുവൻ്റെ വാസ് 100% അല്ലെങ്കിൽ ഒരു 110% കോൺഫിഡൻ്റ് ആയിരുന്നു കുബാർസിയുടെ മേലെ. ഒപ്പം വേറെ ഇത് ലെപ്പോർട്ടയോ അങ്ങനെ തന്നെയാണ്. കാരണം കുബാർസി ലെപ്പോർട്ട എന്ന് പറഞ്ഞാൽ ലെപ്പോർട്ട ഒരു ലോഡ് എക്സ്പീരിയൻസുമായിട്ടാണ് ആൾ വരുന്നത്. ആൻഡ് കുബാർസി ആ യങ് പ്ലെയർ എന്നുള്ളതിൻ്റെ ഒരു അജിലിറ്റി അയാൾക്കുണ്ട്. ഈ രണ്ട് പെയറിംഗ് ആണ് ഏറ്റവും രസകരമായ കാര്യം. അതായത് ഒരാൾ പേസിനെ തടഞ്ഞു നിർത്തുകയാണെങ്കിൽ മറ്റൊരാൾ ബിൽഡപ്പിനെ തടയാന്നിരിക്കും. ഒരാൾ നല്ലൊരു ടാക്കിളിലൂടെയാണ് നോക്കുന്നത്, മറ്റൊരാൾ ഏരിയൽ ബോൾസാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. അതായത് ഇവർ പരസ്പരം കോംപ്ലിമെൻ്റ് ചെയ്ത് കളിക്കുക. ഒരു നല്ല സെൻറ്റർ ബാക്ക് പെയറിങ്ങിന് വേണ്ട ഒരു കോംപ്ലിമെൻ്റ് ചെയ്ത് കളിക്കുക. നമ്മൾ ഈ വേൾഡ് കപ്പ് വിജയിച്ച എല്ലാ ടീമുകളും ശ്രദ്ധിച്ച് നോക്കുക, അവർക്ക് അങ്ങനെ ഒരു സെൻറ്റർ ബാക്ക് പെയറിംഗ് ഉണ്ട്, ഒരു ഗിവ് ആൻഡ് ടേക്ക് നടത്തുന്ന ഒരു സെൻറ്റർ ബാക്ക് പെയറിംഗ് ഉണ്ടായിരുന്നു. അതായത് മറ്റൊരാളുടെ വീക്ക്നെസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഇപ്പുറത്തെ ആൾ ആക്ട് ചെയ്യുന്ന രീതി, ആ ഒരു കോമ്പിനേഷനാണ് ഈ പാവ് കുബാർസി ഈ ഒരു ലെപ്പോർട്ടെ സഖ്യം എന്നുള്ളത്. അപ്പോൾ പാവ് കുബാർസി നമുക്കറിയാം ഡിഫൻസിൽ മാത്രമല്ല, കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നമ്മൾ കണ്ടു പന്തുമായി ഡ്രാഗ് ചെയ്ത് ഒരു ഹാഫ് ലൈൻ വരെയൊക്കെ പോയിട്ട് പിന്നെ മനസ്സിലാക്കുന്നത് ഞാൻ ബാക്കിൽ നിന്നാണ് വരുന്നത്, പാസ് കൊടുത്തേക്കാം. അപ്പോൾ ആൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിന് മുന്നത്തെ മത്സരം വിന്നിംഗ് ഗോൾ മെറീനോയുടെ ഗോൾ വരുന്നത് കുബാർസിയുടെ ഒരു ഷോട്ടിൻ്റെ ഡിഫ്ലക്ഷൻ റീബൗണ്ട് എന്നാണ്. അപ്പം അറ്റാക്കിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു സെൻറ്റർ ബാക്ക് ആയിട്ട് കൂടി അറ്റാക്കിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, മിഡ്ഫീൽഡ് വരെ ബോൾ ഡ്രാഗ് ചെയ്ത് പോകുന്നുണ്ട്, ഡിഫൻസിൽ കൃത്യമായ കോൺട്രിബ്യൂഷൻ ആൾ കൊടുക്കുന്ന പല കാര്യങ്ങളും, അതായത് ഏരിയൽ ബോൾസിലും വിൻ ചെയ്യുന്നുണ്ട്, ഗ്രൗണ്ട് ഡ്യുവൽസ് വിൻ ചെയ്യുന്നുണ്ട്, 1-on-1 ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എംബാപ്പെ ആയിരുന്നു നമ്മൾ പറഞ്ഞ പാവ് കുബാർസിക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ പരീക്ഷ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എംബാപ്പെ നമ്മൾ നിർവീര്യമാക്കുക എന്നുള്ളതുണ്ട്. അതായത് കത്താൻ നിന്നൊരു തീൻ്റെ മേലെ വെള്ളം കോരി വയ്ക്കുന്ന ഒരു രീതിയാണ് കുബാർസിയുടെ. അപ്പം നമ്മൾ പറഞ്ഞാൽ കുബാർസിക്ക് ഒരു മെച്യൂരിറ്റി വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ നാഷണൽ ടീമിൻ്റെ അയാളുടെ റോൾ, അതായത് നാഷണൽ ടീമിൽ ഈ ഒരു വേൾഡ് കപ്പ് ക്യാമ്പയിൻ അവസാനിക്കുമ്പോൾ അത് വിൻ ഓർ ലൂസ് എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഒരു വേൾഡ് കപ്പ് ക്യാമ്പയിൻ അവസാനിക്കുമ്പോൾ ഓർമ്മിക്കപ്പെടുന്ന ഒരു പേരായിട്ട് പാവ് കുബാർസി വെറും 19-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 18-ാമത്തെ വയസ്സിൽ പാവ് കുബാർസി പേര് ചെയ്ത് തീർത്തു. അപ്പോൾ ആളുടെ പെർഫോമൻസിനെ പറ്റി നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല ബേസിക്കലി. കാരണം അയാൾ തെളിയിച്ചു കഴിഞ്ഞു അയാൾ ആ പൊസിഷന് യോഗ്യനാണ്. ഒരു പക്ഷേ ഒരു 10-15 വർഷത്തോളം ഇനി ആ പൊസിഷനിൽ മറ്റൊരാളെ തിരയേണ്ട എന്നുള്ളത് വരുംകാല പരിശീലകർക്കും നിലവിലെ പരിശീലകനും അയാളൊരു നോട്ട് എഴുതി വെക്കുകയാണ്. ഇതാണ് എൻ്റെ പെർഫോമൻസ്, ഇതാണ് എൻ്റെ ബെഞ്ച് മാർക്ക്, ഇത് വെച്ച് ഇനി ബാക്കിയുള്ള കമ്പയർ ചെയ്തോളൂ എന്നുള്ളത്. ആൻഡ് നമ്മുടെ ഈ ഡിഫൻസിനെ കുറിച്ച് പറയുമ്പോൾ 2 ഫുൾ ബാക്സിൻ്റെ കാര്യം പറഞ്ഞു, കുക്കുറെ ആൻഡ് പെഡ്രോ പോറോ. അപ്പോൾ കുക്കുറയുടെ കാര്യം പറഞ്ഞു, നമ്മൾ ഈ ആ ഒരു വിങ് കുക്കുറെ കളിച്ച വിങ്ങിലാണ് ഡെംബലിയും കളിക്കുന്നത്, അതേപോലെ ഒലീസയും കളിക്കുന്നത്. രണ്ടുപേരും ഫേവററ്റ് വിങ്സ് ആണ്. ആ വിങ്ങിൽ ഇവിടെയുള്ള ഫ്രാൻസിൻ്റെ അറ്റാക്കുകൾ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു കുക്കുറെ അവിടെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ കുക്കുറയുടെ കാര്യം അങ്ങനെ പറഞ്ഞു. പക്ഷെ പെഡ്രോ പോറോൻ്റെ കാര്യം നമ്മൾ പറയണം. പെഡ്രോ പോറോ ഒരു ഗോൾ അടിച്ചു ഈ ഒരു മത്സരത്തിൽ. അപ്പോൾ പോറോൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ മത്സരത്തിൽ? അതായത് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിരുന്നത് പോറോ ആയിരിക്കുമോ ലൊറൻ്റെ ആയിരിക്കുമോ എന്നുള്ളത്. കാരണം ഫ്രാൻസിൻ്റെ അറ്റാക്കിനെ പിടിക്കണമെങ്കിൽ അവിടെ ലൊറൻ്റെ വരണം എന്നുള്ളതാണ്. പക്ഷേ പരിശീലനം അവിടുത്തെ നമ്മൾ ഒരു ധൈര്യമുണ്ട്. അത് അവിടെ ഒന്നെങ്കിൽ വരിക ഡുവയാണ് അല്ലെങ്കിൽ ബാർക്കോളാണ്. ഇവരുടെ ഒരു ഗെയിം അനലൈസ് ചെയ്തുകൊണ്ടാണ് പോറോയെ അവിടെ ഇടുന്നത്. ആൻഡ് നമ്മൾ പറഞ്ഞ പോലെ ഡെംബലേക്കും ഒലീസിയക്കും ഒക്കെ റൈറ്റ് ഒരു ഫേവറുകളുണ്ട്. നമ്മൾ ഈ മത്സരത്തിൽ കുക്കുറയെ പലപ്പോഴും ഡിഫൻസിൽ കാര്യമായി എഫേർട്ട് എടുക്കുന്നുണ്ട്. കുക്കുറയെ പലപ്പോഴും ഓവർലാപ്പ് ചെയ്തു പോയി ലെഫ്റ്റിൽ ഈ അലക്സ് ബയൻ കാരണം ഉണ്ടാകുന്ന ഒരു ഓവർലാപ്പിങ്ങിൻ്റെ കുറവ് തീർക്കലായിരുന്നു കുക്കുറയുടെ സാധാരണയുള്ള പതിവ്. അത് മാറി കുറച്ചും കൂടി ഡിഫെൻസീവ്ലി നന്നായി സോളിഡായിട്ട് നിൽക്കുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് ഒരു 3 ഡിഫൻഡേഴ്സ് ഓൾറെഡി ഉണ്ട്. കുബാർസിയും ലെപ്പോർട്ടയും കുക്കുറയും ഡിഫൻസ് ലൈനിൽ സോളിഡാണ്. അപ്പോൾ ഈ സൈഡിലൂടെ ഞങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ പോവാം. ആൻഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രഞ്ച് ഡിഫൻസിൻ്റെ ഏറ്റവും വീക്കർ ലിങ്ക് എന്ന് പറഞ്ഞാൽ ലൂക്കാസ് ഡീഗ്നയുടെ ലെഫ്റ്റ് വിങ് ആണ്. അവിടെ മിഡ്ഫീൽഡ് കളിക്കുന്ന റാബിയോട്ടിനെ മറികടക്കുക എന്നുള്ളത് എമാലിന് കുറച്ചുകൂടി ഈസിയാണ്. കാരണം എമാൽ വേഴ്സസ് റാബിയോട്ട് ക്ലാസ് നമ്മൾ മുമ്പ് കണ്ടതാണ്. അന്നൊക്കെ എമാലിന് ആ റാബിയോട്ടിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് അറ്റാക്കിൽ വരുമ്പോൾ അവിടെ വരുന്നത് ഡുവേ അല്ലെങ്കിൽ ബാർക്കോളെ ആയിരിക്കും എന്നുള്ള ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇന്നലെ ആണെങ്കിൽ ബാർക്കോളയാണ്. ഡുവയോളം ത്രെറ്റ് ബാർക്കോളക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ വിങ് യൂട്ടിലൈസ് ചെയ്യാനായിരുന്നു
സ്പെയിൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ യമാലിനൊപ്പത്തിനൊപ്പം പോറോയെ കൂടി വിട്ട് കഴിഞ്ഞാൽ അറ്റാക്ക് സ്ട്രോങ് ആവുന്നത് കണ്ടു. നമ്മൾ ആ ഗോൾ ശ്രദ്ധിക്കുക. അതായത് പെഡ്രോ പോറോ ഓൽമോയിലേക്ക് കൊടുത്തൊരു ബോള് ഓൽമോ ഉള്ളിലേക്ക് എവിടെ കളിക്കുമെന്ന് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള പോലെയായിരുന്നു. നമ്മൾ ഈ ക്യാരംസിൽ തട്ടിത്തെറിച്ച് പോകാന്ന് പറയില്ല, അതേപോലെ ആ ഒരു ബോൾ അവിടേക്ക് കൊടുത്തിട്ട് ഇയാൾ കൃത്യമായിട്ട് റൺ എടുക്കുന്നുണ്ട്. ആ പൊസിഷനിലേക്ക് അത് ഓഫ് ബാലൻസിൽ വരുന്ന ഓൽമോയുടെ ഒരു പാസ്സാണ്, പക്ഷെ അത് കൃത്യമായിട്ട് ഇയാൾക്ക് വരുന്നുണ്ട്. ആൻഡ് 3-3 ടച്ചാണ്. ഫസ്റ്റ് കൺട്രോളിലാക്കുന്നു, 2 എയിം ചെയ്യുന്നു, 3 ടാർഗറ്റിലേക്ക് അടിക്കുന്നു. വളരെ സിമ്പിളാണ്. നമ്മൾ ഈ പോറോയുടെ കഴിഞ്ഞ ഗോളുണ്ട്, അതായത് നാഷണൽ ടീമിൻ്റെ കൂടെയുള്ള ആദ്യത്തെ ഗോളാണത്. ആ ഗോൾ കണ്ടു കഴിഞ്ഞാൽ പറയാം, അതായത് ആൾക്കറിയാം എവിടുന്ന് അടിക്കണം, എങ്ങനെ അടിക്കണം, എത്ര ഭാഗം. കാരണം ഗോൾ കീപ്പർ കറക്റ്റ് 1-on-1 വിത്ത് ഗോൾ കീപ്പറാണ് ഈ ലാസ്റ്റ് ഗോൾ വരുന്നത്. പക്ഷേ ഗോൾ കീപ്പറെ ബീറ്റ് ചെയ്യാൻ ഏത് തരത്തിൽ അടിക്കണമെന്നില്ല. കാരണം പ്ലേയേഴ്സ് ഒഫീഷ്യൽ പ്രഷറിലാവും. ഫൈനൽ തേർഡിലാണ്. പിന്നെ ഡിഫൻഡേഴ്സാണ്. നമ്മൾ പറഞ്ഞ ഈ പ്രിസിഷൻ ഒന്നും പലപ്പോഴും ഡിഫൻഡേഴ്സിന് ഇൻസൈഡ് ദ ബോക്സ് കിട്ടിക്കണമെന്നില്ല. അപ്പോൾ അതൊരു റാൻഡം ബ്ലഫിലപ്പുറത്തേക്ക് കൃത്യമായിട്ട് ടാർഗറ്റിലേക്ക് അടിക്കുന്നതാണ്. മാൻ ഓഫ് ദ മാച്ച് അവാർഡും വാങ്ങി. നമ്മൾ പറയും പോലെ പെഡ്രോ പോറോ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ആൾക്കാർക്ക് പെഡ്രോ പോറോ എന്നല്ല, സ്പെയിൻ്റെ റൈറ്റ് ബാക്ക് ഒരു കൺസേൺ ആയിരുന്നു വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ. കാരണം കാർവഹാൽ പുറത്താണ്. അത്തരത്തിലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കാലങ്ങളായിട്ട് സ്പെയിൻ ഉണ്ടാക്കിയെടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ അത് ലാഫുവിൻ്റെ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളത്. അത് അറ്റാക്ക് വേണ്ടടുത്ത് പോറോയുടെ ഇറക്കും, ഡിഫൻസ് വേണ്ടടുത്ത് ലോറൻ്റെ ഇറക്കും. ഈ ഒരു മാറ്റങ്ങളുമാണ്. ഈ ഒരു മത്സരത്തിലും കൂടി ആ ഒരു സാധനം നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം ഡുവയെ കൊണ്ടുവരുന്നു, ബാർക്കോളയെ പിൻവലിച്ച് ഡുവയെ കൊണ്ടുവരുമ്പോൾ അറ്റാക്കിങ്ങിൽ ത്രെറ്റ് കൂടിയെന്ന് മനസ്സിലാക്കിയതോടുകൂടി പെഡ്രോ പോറയെ പിൻവലിച്ചു, അവിടെ ലോറൻ്റെ ഇറക്കി, ആ ഡിഫൻസ് സേഫാക്കി. അപ്പോൾ വീണ്ടും കുക്കറേക്ക് എന്തായി, കുറച്ചുകൂടി അറ്റാക്ക് ചെയ്ത് കളിക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്നു. അപ്പോൾ ഈ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ സെൻറ്റർ ബാക്കിൻ്റെ ഗിവ് ആൻഡ് ടേക്ക് പോലെ തന്നെ ഈ വിങ് ബാക്സിൻ്റെ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. ഒരാൾ അറ്റാക്കിന് പോകുമ്പോൾ മറ്റൊരാൾ ഡിഫെൻസീവിൽ ഉണ്ടാവും, ഒരാൾ ഡിഫെൻസീവിൽ നിൽക്കുമ്പോൾ മറ്റൊരാൾ അറ്റാക്കിന് പോകും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ടീമിൻ്റെ ഫുൾ പെർഫോമൻസ് ആണ്. ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ അല്ല ഇതുവരെ സ്പെയിനെ ക്യാരി ചെയ്ത്. ഈ മൊത്തം ടീമിൽ എല്ലാവരും അവരുടെ റോളുകൾ കൃത്യമായിട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഡിഫൻസ് സോളിഡ്. ഒറ്റ ഗോൾ മാത്രം കൺസിഡർ ചെയ്തിട്ട് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വരെ എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പണിയല്ല. അതിൻ്റെ ഒപ്പം തന്നെ ഈ പോറോൻ്റെ ഗോൾ പറഞ്ഞു, പോറോൻ്റെ ഗോളിന് അസിസ്റ്റ് അല്ലെങ്കിൽ ഓൾമോട്ട്. ഇന്നലെ ചിത്രം കണ്ടിരുന്നു, ഓൾമോ നടുക്കിൽ ചുറ്റും 4 ഫ്രഞ്ച് പ്ലെയേഴ്സ്. അപ്പോൾ ഈസ്റ്റയുടെ ഒരു പണ്ടത്തെ പിക്ചറാണെങ്കിൽ ഓർമ്മ വന്നത്. അപ്പോൾ നമുക്ക് മിഡ്ഫീൽഡിലേക്ക് വരാം. മിഡ്ഫീൽഡിൽ ഇന്നലെ പെഡ്രിയെ മാറ്റി, അതായത് പെഡ്രി കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല, ഫാബിയൻ റൂയിസാണ് കളിച്ചത്. അതിന് ഓൾമോ, ആ റോഡ്രിയുടെ കാര്യം നമ്മൾ മുന്നേ പറഞ്ഞു, റോഡ്രി എങ്ങനെയാണ് സിംഗിൾ പിവറ്റിൽ കളിച്ചതെന്നൊക്കെ. മറ്റ് 2 താരങ്ങളിൽ ഫാബിയൻ റൂയിസും അതുപോലെ ഓൾമോയും. ഫാബിയൻ റൂയിസിൻ്റെ ഒരു റെക്കോർഡ് ഞാൻ കണ്ടു. അതായത് അദ്ദേഹം ഇതുവരെ കളിച്ചിട്ടുള്ള ഇത് സ്പെയിൻ്റെ ഒപ്പം കളിച്ചിട്ടുള്ള 49 മത്സരങ്ങളിൽ അവർ തോറ്റിട്ടില്ല, സ്പെയിൻ തോറ്റിട്ടില്ല എന്നൊരു റെക്കോർഡുണ്ട്. അപ്പോൾ ഫാബിയൻ റൂയിസും ഓൾമോയും ഇവരുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു ഒരു മാച്ചിൽ? അതായത് ഇവരുടെ പെർഫോമൻസ് കഴിഞ്ഞ മാച്ചെന്ന് മാത്രമല്ല, അതിൻ്റെ മുമ്പത്തെ മാച്ചിലും പറയുകയാണെന്നുണ്ടെങ്കിൽ റോഡ്രി ബിൽഡ് ചെയ്യുന്ന ഓരോ ബോളുകളും പിന്നീട് ആ ഒരു ഫ്രണ്ട് ലൈനിലോട്ട് അത് ക്യാരി ചെയ്തിട്ട് അതിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന 2 പ്ലെയേഴ്സാണ് ഫാബിയൻ റൂയിസും ഓൾമോയും. ഇവരുടെ പെർഫോമൻസും ഇവരും ഭയങ്കരമായിട്ട് ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതായത് ഇപ്പം നമ്മൾ പറഞ്ഞൊരു സംഭവമാണല്ലോ, ഈ ഒരു പ്രഷറിനെ മറികടന്നിട്ട് വേണം സ്പെയിനിന് ഈ ഒരു റോഡ്രിയിലോട്ട് എത്തുക എന്നുള്ളത്. അത് അവർ ഇന്നലെ ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളതാണ്. അതായത് എവിടെയൊക്കെയാണോ, കാരണം നമുക്കറിയാം ഫീൽഡിൽ ഏറ്റവും ഡേഞ്ചറസ് ഏരിയ സെൻറ്ററാണ്. അപ്പോൾ ഈ സെൻറ്ററിൽ തന്നെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ഫ്രാൻസിന് ഫ്ലാങ്കിലോട്ട് വിട്ട് കഴിഞ്ഞാൽ അത്രയും ഡേഞ്ചറസ് അല്ലെങ്കിൽ ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷൻസ് ഇവർക്ക് കുറക്കാൻ കഴിയും. അതുതന്നെയാണ് ഇന്നലെ ഓൾമോം ഫാബിയൻ റൂയിസും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ അവരുടെ ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് എഡ്രിയൻ റേബിയോട്ട്, കളിയുടെ ഒരു ആദ്യ സമയത്ത് ഷോമേനി, ഇങ്ങനത്തെ ഇവരുടെ ഒരു മിഡ്ഫീൽഡ് അതായിരുന്നു. പക്ഷെ ആ മിഡ്ഫീൽഡിൽ നിന്ന് ബോള് അറ്റാക്കേഴ്സിലോട്ട് എത്തുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നത് അത് ഈ പറയുന്ന മിഡ്ഫീൽഡേഴ്സ്, റോഡ്രി അടങ്ങുന്ന ഓൾമോയും ഫാബിയൻ റൂയിസും കൂടിയിട്ടുള്ള ഒരു മിഡ്ഫീൽഡായിരുന്നു അത് ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു പാസ് പോലും, അതായത് നമ്മൾ ഇതുവരെയുള്ള ഗെയിമിൽ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു മിഡ്ഫീൽഡും ഡിഫെൻസും എക്സ്പോസ് ആക്കുന്ന തരത്തിലുള്ള ഒരു ടീം ഫ്രാൻസിനെതിരെ അങ്ങനെ വന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവരുടെ ഈ അറ്റാക്കേഴ്സ് വെച്ചിട്ട് ഗോൾ സ്കോർ ചെയ്തിട്ട് അവരത് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ കാണിക്കുന്നില്ലായിരുന്നു എന്നുള്ളതാണ് ഫാക്റ്റ്. പക്ഷേ സ്പെയിനെ പോലത്തെ ഒരു മിഡ്ഫീൽഡേഴ്സ് വന്നതോടുകൂടെ
അത് തീരുമാനമായി എന്നുള്ളതാണ് ആ കാര്യത്തിൽ. പിന്നെ ഈ ഓൾമോയും ഫാബിയൻ റൂയിസിനെയും കുറിച്ച് പറയുമ്പോൾ ഇവർ പലപ്പോഴും ഒയർസബാൽ അല്ല ഗോളടിക്കുന്നത്, ഫാബിയൻ റൂയിസാണ് ഗോളടിക്കുന്നത്. നമ്മളൊരു ഗെയിമിൽ കണ്ടു. പിന്നെ സബായി ഇറങ്ങിയിരുന്ന മിക്കൽ മെറീനോ ആണ് ഗോളടിക്കുന്നത്. അത് നമ്മൾ ഈ വേൾഡ് കപ്പ് തുടങ്ങിയ മുതലേ ചർച്ച ചെയ്യുന്ന ഒരു സംഭവം, ഒരു സ്ട്രൈക്കർ ഇല്ല, അതില്ല. പക്ഷെ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. മിഡ്ഫീൽഡേഴ്സ് അതിന് കേപ്പബിളാണ്. പിന്നെ മാത്രമല്ല ഫുൾ ബാക്ക് പെഡ്രോ പോറോനെ കുറിച്ച് ചോദിച്ചു. അതായത് ഒരു സ്ട്രൈക്കർ ഇൻസ്റ്റിങ്ക്റ്റിലാണ് പെഡ്രോ പോറോ കളിക്കുന്നുണ്ടായിരുന്നെന്നുള്ളത് നമുക്ക് ഇതുവരെ ഇൻ്റർനാഷണൽ ഗോൾ സ്കോർ ചെയ്യാത്ത പെഡ്രോ പോറോ 2 ഇൻ്റർനാഷണൽ ഗോൾസ് സ്കോർ ചെയ്തു എന്നുള്ളതാണ്. 2 സ്കോർ ചെയ്തതിലും എന്താണോ ഒരു മോഡേൺ ഫുട്ബോളിൽ ഡിമാൻഡ് ചെയ്യുന്ന ഫുൾ ബാക്ക്, ആ തരത്തിലായിരുന്നു പെഡ്രോ പോറോ കളിച്ചിട്ടുണ്ടായിരുന്നത്. പ്രോപ്പർ വിഡ്ത്ത് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വെൻ നീഡഡ്. പിന്നെ എപ്പോഴൊക്കെയാണോ ഇൻവേർട്ടഡ് ആയിട്ട് ഡ്രിഫ്റ്റ് ചെയ്യേണ്ടത് അവിടെ പെഡ്രോ പോറോ ഉണ്ട്. പിന്നെ കിട്ടുന്ന പാസ്, ഇപ്പോൾ ഇന്നലെ ഓൾമോ ഓഫ് ബാലൻസ് കാര്യങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ മാച്ചിൽ എനിക്ക് തോന്നുന്നു അലക്സ് ബയേനെയാണ് ആ ഒരു അസിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ടൈമിലൊക്കെ അവിടെ കറക്റ്റായിട്ട് ഈ പറയുന്ന നമ്മൾ ഈ സോ കോൾഡ് ലമീൻ യമാൽ അല്ലെങ്കിൽ അലക്സ് ബയേന അല്ലെങ്കിൽ ഒയർ സബാലി ഇവരൊക്കെ ഇങ്ങനെ വിടുത്തും അവർക്ക് വേണ്ടി സ്പേസും റെഡിയാക്കി കൊടുക്കുമ്പോൾ ആ സ്പേസ് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പെഡ്രോ പോറോനെ പോലത്തെ ഫുൾ ബാക്കിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിഡ്ഫീൽഡേഴ്സായ ഫാബിയൻ റൂയിസിന് സാധിക്കുന്നുണ്ട്, മിക്കൽ മെറീനോക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഓൾമോക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പിക്ചറൊക്കെ ഉണ്ടല്ലോ 2-3 ഫ്രാൻസ് പ്ലേയേഴ്സ് ചുറ്റും കൂടി ഓൾമോയുടെ ചുറ്റും നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു ക്രൗഡിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഓൾമോക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടീം ഉണ്ടാകുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് സ്പെയിൻ ഷുഡ് ആക്ച്വലി വെറി. അത് ഞാൻ ഫസ്റ്റ് മുതലേ പറഞ്ഞ കാര്യത്തിനോട് അഗ്രി ചെയ്യുന്നു ഞാൻ. ആൻഡ് പിന്നെ അതായത് ഇപ്പോൾ നൂറ് പറഞ്ഞ പോലെ വേൾഡ് കപ്പിക്ക് വരുമ്പോൾ വലിയ കൺസേൺ നല്ലൊരു സ്ട്രൈക്കർ ഇല്ല. പക്ഷേ ആൾക്കാർ പറയുന്നത് സ്ട്രൈക്കർ ഇല്ലെങ്കിൽ എന്താണ്, നിക്കോ വില്യംസൺ യമാൽ കോംബോ ഇല്ലെന്ന്. പക്ഷേ ഈ വേൾഡ് കപ്പ് വന്നപ്പോൾ അതും ഉണ്ടായിരുന്നില്ല ലഫ്യോൻ്റെയുടെ കയ്യിൽ. അവർ അങ്ങനെ ഒരു അതായത് യൂറോ കപ്പിൽ അവരുടെ വജ്രായുധങ്ങളായിരുന്നു ഈ രണ്ട് താരങ്ങളും പരിക്കിൻ്റെ പീടികയിലാണ്. അവർ അത്ര നല്ല ഫോമിലല്ല. എന്നിട്ടും സ്പെയിൻ ഇപ്പോൾ ഫൈനൽ വരെ എത്തി. അപ്പോൾ ആരായിരുന്നു അറ്റാക്കിൽ ഇവരുടെ ഒരു എന്താ പറയുക കീ പ്ലെയർ എന്ന് പറയുന്നൊരു സംഭവം? നമ്മളറിയാം, എന്താ പറയുക, എല്ലായിടത്തും കാണില്ല. ഇപ്പോൾ ഗോൾ സ്കോറിങ് ചിലപ്പോൾ ഉണ്ടാവില്ല, പക്ഷേ ആ മാച്ചിലൊരു ഇമ്പോർട്ടൻറ്റ് പെർഫോമൻസ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ. ആരായിരുന്നു അറ്റാക്കിലൊരു പെർഫോമൻസ്? ഞാൻ പറഞ്ഞത് അതിന് ശരിക്കും ഞാൻ പറഞ്ഞ ഫീൽഡിൻ്റെ പുറത്തുള്ള ലാഫുവിൻ്റെ പേര് ഞാൻ പറയും. കാരണം അയാൾ എങ്ങനെ ആ ടീമിനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അതായത് നമ്മൾ ഒയർസബാലിൻ്റെ കേസ് പറയാം. ആദ്യ മത്സരത്തിൽ ടച്ച് എടുത്തില്ല എന്ന് പറഞ്ഞ് വിമർശിച്ച പ്ലെയറാണ്. പിന്നെയുള്ള മത്സരങ്ങളിലും കാര്യമായുള്ള കളികളുടെ ഗോളുകൾ വരുന്നു. പക്ഷേ നമ്മൾ പറയുമ്പോൾ ഒരു സ്ട്രൈക്കർ സ്കോർ ചെയ്യും പോലെ ഗോൾഡൻ ബൂട്ട് റേസിൽ ഒരിക്കൽ പോലും ഒയർസബാൽ മുന്നിലേക്ക് വരുന്നതോ ഒരു കോമ്പറ്റീഷൻ കൊടുക്കുന്നതോ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഒയർസബാലിൻ്റെ പൊസിഷനിങ് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഓൾമോ എന്നുള്ള പ്ലെയർ ഫസ്റ്റ് ലൈൻ ഓഫ് അറ്റാക്കാണ്. അതായത് ആൾ എപ്പോൾ ഗോൾ കീപ്പറിലേക്കോ അല്ലെങ്കിൽ സെൻട്രൽ ഡിഫൻഡറിലേക്കോ ഒരു മൈനസ് പാസ് വരുമ്പം അറ്റാക്കിന് പോകുന്നത് ഒയർസബാലല്ല. അതായത് സ്ട്രൈക്കർ റോളിൽ അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ നമ്പർ 9 റോളിൽ കളിക്കുന്ന ഒയർസബാലല്ല പ്രസ്സിങ്ങിന് പോകുന്നത്. ഒയർസബാൽ കുറച്ചുകൂടി വലിഞ്ഞ് കുറച്ചുകൂടി റിസീവ് ആയിട്ട് ബോക്സിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യണം. ഓൾമോ പ്രസ് ചെയ്യട്ടെ, അപ്പോൾ അവിടുന്ന് ഒരു ഡിഫ്ലക്റ്റഡ് പാസോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ബോളോ വരും. ആ ബോൾ ഞാൻ വിൻ ചെയ്ത് ഞാൻ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞൊരു ക്രിയേറ്റർ റോളിലേക്ക് ഈ പൊസിഷൻ ചെയ്യുന്നതിൽ ഒയർസബാൽ അതിമിടുക്കനാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞ ഈ ഗോൾ കോൺട്രിബ്യൂഷൻസ് ആളുടെ പേരിൽ ഒരുപാട് നിൽക്കുന്നത്. അത് ആളൊരിക്കലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഹൈ എൻഡ് പ്രസ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്ത് അതൊരു ക്ലിനിക്കൽ ഫിനിഷ് നടത്തി വിൻ ചെയ്യുന്ന ആളല്ല. ഒരു സെക്കൻഡ് ബോൾ വരും, അല്ലെങ്കിൽ അവരുടെ ഒരു മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ ആ മിസ്റ്റേക്കിനെ ഉള്ള ശിക്ഷ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഒയർസബാലിൻ്റെ രീതി. അതുപോലെ തന്നെ ഇപ്പം റൈറ്റ് വിങ്ങിൽ യമാൽ 2 മാൻ ഓഫ് ദ മാച്ച് വാങ്ങുള്ള ആൾക്കാർ വിമർശനമാണ്. ഗോളില്ല, അസിസ്റ്റ് ഇല്ല, എന്നിട്ടും യമാലിന് എന്തിന് മാൻ ഓഫ് ദ മാച്ച് കൊടുക്കുന്നു? പക്ഷേ ലെമീൻ യമാലിൻ്റെ ആ ഒരു പൊസിഷൻ നമ്മൾ ഒയർസബാലിനെ പറഞ്ഞല്ലേ, ഒയർസബാലോട് പൊസിഷൻ ചെയ്യുന്നതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് കളിക്കാൻ അവസരം വരുന്നുണ്ട്. അതുതന്നെയാണ് യമാലിൻ്റെ കേസും. യമാലിൻ്റെ റോൾ അങ്ങനെയായിരുന്നു. യമാൽ ആ വിങ്ങിലുള്ളത് കൊണ്ട് തന്നെ ആ വിങ്ങിലെ ഫുൾ ബാക്കിന് വേറൊരു ടാർഗറ്റിനെ പോലും വെക്കാൻ കഴിയില്ല. പെഡ്രോ പോറോ എന്തുകൊണ്ട് ഇത്ര ഓവർലാപ്പ് ചെയ്ത് കയറുന്നു എന്ന് ചിന്തിച്ചാൽ യമാലാണ് ഇതിന് റീസൺ. പോറോ പണ്ടും ക്ലബ്ബിൽ കളിക്കുമ്പോൾ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ പെഡ്രോ പോറോ ഒരു അറ്റാക്കിംഗ് സോണിൽ ഒരു സ്കോററായി മാറുന്നതിൻ്റെ പ്രധാന കാരണം ലെമീൻ യമാലിനെ പിടിക്കാൻ അവിടുത്തെ വിങ് ബാക്ക് അല്ലെങ്കിൽ കൂടെ ഒരു മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു സെൻറ്റർ ബാക്ക് അങ്ങോട്ട് ഡ്രാഗ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പ്ലെയേഴ്സിൻ്റെ റോളുകൾ അങ്ങനെയാണ്. ഇപ്പോൾ നിക്കോ വില്യംസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് എറമി പിനോയെ കളിപ്പിക്കുന്നു. എറമി പിനോ പോയപ്പോൾ അലക്സ് ബയാൻ വരുന്നു. നമ്മൾ ബയാനക്ക് ഒരു അസിസ്റ്റിലപ്പുറത്തേക്ക് ബയാനയുടെ ഗോൾ കോൺട്രിബ്യൂഷൻ ഒന്നും കാണുന്നില്ല. പക്ഷേ ബയാനെ നോക്കും, ബയാന പൊസിഷനിൽ എടുക്കുന്ന ഒരു റോളുണ്ട്. അതായത് കളിയുടെ ആ സൈഡിലെ ടെമ്പോ നമ്മൾ പറയുമ്പോൾ ഫുൾ പേസി അറ്റാക്ക് അല്ല ലെഫ്റ്റ് വിങ്ങിൽ കൂടെ സ്പെയിൻ ചെയ്യുന്നത്. സ്പെയിൻ ഒന്ന് ഹോൾഡ് ചെയ്യും, ഓവർലാപ്പ് ചെയ്ത് കുക്കുറയെ വരുമ്പോൾ കറക്റ്റ് ഒരു ബോൾ വരും. കുക്കുറയെ അത് ക്രോസ് ചെയ്യുന്നു എവിടേക്ക്? റൈറ്റ് വിങ്ങിലേക്ക്. ആ റൈറ്റ് വിങ്ങിൽ വീണ്ടും ഒരു കളി ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സെൻറ്ററിലേക്ക് വരുന്നു, അവിടെ അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ കുക്കുറയെ നമുക്കറിയാം ഫുൾ ബാക്കാണ്, ലെഫ്റ്റ് ബാക്കിൽ നിന്ന് ഓടിക്കയറണം. അപ്പോൾ അതുവരെ ബോൾ ഹോൾഡ് ചെയ്യാന്നുണ്ട്, അതായത് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതുണ്ട്. അത് റോഡ്രിയും ഫാബിയൻ റൂയിസും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു ബിൽഡപ്പാണ്.
അതിൻ്റെ ഒരു അവസാന കണ്ണിയാണ് നമ്മൾ ഈ പറയുന്ന അലക്സ് ബയാൻ എന്നുള്ളത്. ഈ പ്ലെയറും നമ്മളല്ലേ കോച്ചിൻ്റെ ഗുഡ് ബുക്കിലുള്ളത് കൊണ്ട്, നമ്മൾ ക്ലബ്ബിൽ ഒരുപാട് സ്റ്റാറ്റ്സ് ഉള്ളത് കൊണ്ടൊന്നല്ല അലക്സ് ബയാൻ നാഷണൽ ടീമിലേക്ക് വരുന്നത്. കോച്ചിൻ്റെ ഗുഡ് ബുക്കിൽ അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്, ഗാവിയെ പോലുള്ള താരങ്ങൾ. എന്തുകൊണ്ട് ഞാൻ പറയും എന്തുകൊണ്ടാണ് കോച്ചിനെ ഞാൻ അറ്റാക്കിലെ ബെസ്റ്റ് മാൻ എന്ന് വിളിക്കുന്നത് വെച്ചാൽ കോച്ചിൻ്റെ വിശ്വാസമുള്ള പ്ലെയേഴ്സാണ് ഈ കളിക്കുന്നത്. ഒയർസബാലിനും നമ്മൾ പറയുമ്പോൾ ഒരുപാട് സ്റ്റാറ്റ്സ് ഉണ്ടായിട്ടല്ല ഒയർസബാൽ നിൽക്കുന്നത്, കോച്ചിൻ്റെ ഗുഡ് ബുക്കിലുള്ളത്. അതായത് കോച്ചാണ് ശരിക്കും അവിടെ കളിക്കുന്നത്. അയാളുടെ ടാക്ടിക്സിൻ്റെ വിന്നാണ് ഈ അറ്റാക്ക് എന്നുള്ളത്. പിന്നെ 2010 സ്പെയിൻ കപ്പ് അടിച്ചപ്പോൾ നമ്മൾ അറിയാം അറ്റാക്കേഴ്സിനൊക്കെ ഒരുപാട് ഗോളുകളുള്ളപ്പോഴത്തേക്ക് മിഡ്ഫീൽഡർമാരായിരുന്നു ഒന്ന് ഒരു സ്പെയിനിൻ്റെ എഞ്ചിൻ എന്നുള്ളത്. മറ്റേ ലെഫ്റ്റ് വിങ്ങിൽ ആന്ധ്രേ സീനിയേഴ്സിനായിട്ട് കളിച്ചൊരു കാലമായിരുന്നു അവർക്ക് 2010 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെയാണ് ഇവിടെ. അതായത് ഒരിക്കലും ഒരു ഒറ്റ പ്ലെയറിലോ അല്ലെങ്കിൽ ഒരു അറ്റാക്കറിലോ അല്ല ബാക്കി ടീമുകൾ റൺ ചെയ്യുന്ന പോലെ സ്പെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ടീം ഗെയിമാണ്. മിഡ്ഫീൽഡേഴ്സ് സ്കോർ ചെയ്യും, അറ്റാക്കേഴ്സ് സ്കോർ ചെയ്യും, കിട്ടുന്നത് ആരാണോ ഡിഫൻഡേഴ്സ് സ്കോർ ചെയ്യും, ആർക്ക് വേണമെങ്കിലും അടിക്കാം, എല്ലാവരും ഈക്വൽ ഗോൾ കോൺട്രിബ്യൂഷൻ. ഇതൊരു ടീം ഗെയിം ആണെന്നുള്ളൊരു അർത്ഥം കൊടുത്ത ഒരു റണ്ണാണ് ഇതുവരെ സ്പെയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നും അങ്ങനെ ആയിരിക്കും. അതായത് ഈ മോഡേൺ ഫുട്ബോളിൽ ഇപ്പോൾ പൊതുവേ ഇപ്പോഴത്തെ പുതിയ കുട്ടികളൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ഫുട്ബോളിലോട്ട് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കുട്ടികളൊക്കെ ട്രെയിൻ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ പൊസിഷനിലും ഇവർ കളിക്കാൻ കേപ്പബിൾ ആവണം. ഇത് ഇനി മൊത്തത്തിൽ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാലും സെൻറ്റർ ബാക്ക് കളിക്കാൻ ഇവർ കേപ്പബിൾ ആയിരിക്കണം, മിഡ്ഫീൽഡ് കളിക്കാൻ ഇവർ കേപ്പബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അറ്റാക്ക് സ്ട്രൈക്കർ ആവണമെന്നുണ്ടെങ്കിൽ ഇവർ കേപ്പബിൾ ആയിരിക്കണം. അപ്പോൾ ആ ഒരു മോഡേൺ ഫുട്ബോളിൻ്റെ എക്സാക്റ്റ് വേർഷനാണ് ഇപ്പോൾ സ്പെയിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മിഡ്ഫീൽഡേഴ്സ് വന്ന് ഗോളടിക്കുന്നു, പലപ്പോഴും സ്ട്രൈക്കേഴ്സ് വന്നിട്ട് ഗെയിം ക്രിയേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫുൾ ബാക്സ് വന്ന് ഗോളടിക്കുന്നു, മറ്റു പല താരങ്ങൾ വന്ന് ഡിഫെൻസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാക്റ്റ് വേർഷനാണ് ആക്ച്വലി സ്പെയിൻ ഇപ്പം മോഡേൺ ഫുട്ബോൾ എന്താണോ അതിൻ്റെ ഒരു കറക്റ്റ് സംഭവമാണ് സ്പെയിൻ നമുക്ക് കാണിച്ചു തരുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ പെഡ്രോ പോറോൻ്റെ കാര്യം പറഞ്ഞല്ലോ, പെഡ്രോ പോറോ ആക്ച്വലി ക്വാളിഫയിങ് മാച്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്പെയിൻ്റെ സന്നാഹ മത്സരങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്ന പെഡ്രോ പോറോ ആയിരുന്നു. അതായത് എല്ലാ മാച്ചിലും പെഡ്രോ പോറോൻ്റെ റേറ്റിംഗ് വളരെ ഹൈ ആയിരുന്നു. അപ്പോൾ എനിക്ക് ആക്ച്വലി യൊറൻ്റെ ഉണ്ടല്ലോ, എനിക്കൊന്ന് യൊറൻ്റെയാണ് ഫസ്റ്റ് മാച്ചിൽ ആ വിങ്ങിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു എനിക്ക് ആക്ച്വലി ഭയങ്കര സർപ്രൈസ്. കാരണം എങ്ങനെയാണ് യൊറൻ്റെ ഇറക്കുന്നത്, പെഡ്രോ പോറോ ഇത്രയും കോച്ചിൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ മാത്രമല്ല ഈ മത്സരങ്ങളിലൊക്കെ നല്ല റേറ്റിങ്ങും നല്ല പെർഫോമൻസും കാഴ്ചവെച്ചുള്ള ഒരു പ്ലെയറിന് പകരം പക്ഷെ അവിടെയാണ് നമ്മൾ ഫുവൻ്റെ എന്ന് പറയുന്ന ആളുടെ ഒരു ടാക്ടിക്കൽ. കാരണം ആൾക്കറിയാം ഓരോ മാച്ചിലും എന്ത് ചേഞ്ചസ് ആണ്, എന്ത് ചെറിയ ചേഞ്ചസ് ആണ്. ഇപ്പോൾ നമ്മൾ ഭയങ്കര സർപ്രൈസായിട്ട് പെഡ്രിനെ പുറത്തിരുത്തുന്നു. അപ്പോൾ ഇതെന്നൊക്കെ പറയുന്നത് ആ കോച്ചിൻ്റെ ബ്രെയിനിൽ സംഭവിക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ്. അപ്പോൾ ഒരു റിയൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വേൾഡ് കപ്പിൽ റിയൽ ടാക്ടിക്കൽ മെജീഷ്യനായിട്ട് നിലവിലുള്ളത് ഏത് കോച്ചിനേക്കാളും അത് ഫുവൻ്റെ തന്നെയാണ്. ബാക്കി ഏത് കോച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഡെഷാംസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ആളുടെ മിഡ്ഫീൽഡും ഡിഫെൻസും എക്സ്പോസ്ഡ് ആണ്. അത് ഈ മാച്ചിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. റിയൽ ടാക്ടിക്കൽ അല്ലെങ്കിൽ ആ ഒരു ടാക്ടിക്കൽ ക്ലാസ് കാണിച്ചു തന്നിട്ടുള്ള കോച്ച് ഇറ്റ്സ് ഓഫ് കോഴ്സ് ഫുവൻ്റെ. ആൻഡ് ഞാൻ ഒരു ചെറിയ പോയിന്റ് ഒയർസബാലിൻ്റെ ഒരു കാര്യം ഇപ്പോൾ 5 ഗോളുകളായി. ഫസ്റ്റ് വേൾഡ് കപ്പാണ്, 5 ഗോളുകളായി. അദ്ദേഹം ഈക്വൽ ചെയ്തിരിക്കുന്നത് റൗൾ, ഫെർണാൻഡോ മൊറീൻഡസ്, ഫെർണാൻഡോ ഹിയറോ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കാണ്, ലെജൻഡറി സ്റ്റാറ്റിസ്റ്റിക്കാണ് ആ ഒരു ഗോൾ സ്കോറിങ്ങിൽ ഈക്വൽ ചെയ്തേക്കണത്. മുന്നിൽ ഡേവിഡ് വിയ ഉണ്ട്. ഫെർണാൻഡോ ടോറസിനെ ഓൾറെഡി മറികടന്ന് കഴിഞ്ഞു. അപ്പോൾ ഒയർസബാലിൻ്റെ കാര്യം നിൽക്കട്ടെ. ഇപ്പോൾ നൂറ പറഞ്ഞ പോലെ ലഫ്യുവൻ്റെക്ക് വരാം. 4 മേജർ ഫൈനൽസാണ്, മേജർ ടൂർണമെൻറ്റ് ഫൈനൽസാണ് ഇപ്പോൾ കളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇദ്ദേഹം ഈ ഒരു കോച്ചിങ് ഏറ്റെടുക്കുമ്പോൾ ഇത്ര പെട്ടെന്നൊരു ഫൈനൽ ഇത്രയും ഫൈനലുകളിൽ എത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നോ? അത് ലാഫുവിൻ്റെ വരുന്ന വരവ് എവിടെ നിന്നാണ് നോക്കണം. നമ്മൾ ഈ 2023 ലാഫുവിൻ്റെ ടീമിൻ്റെ കോച്ചായി മാറുന്നു, എൻട്രിക്കയിൽ നിന്ന് ഏറ്റെടുക്കുന്നതിലപ്പുറത്തേക്ക് അയാൾ ജൂനിയർ ടീമിൻ്റെ കോച്ചായിരുന്നു. അതായത് സ്പാനിഷ് ഫുട്ബോളിനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും നിർണായക റോൾ വഹിച്ച പരിശീലകരിൽ ഒരാളാണ് ലാഫുവിൻ്റെ. അതായത് ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ടർ ടൂർണമെൻറ്റ്സിൽ, അതായത് അണ്ടർ 17, അണ്ടർ 19 യൂറോ ഒക്കെ നോക്കുമ്പോൾ അത് മെയിൽ ഓർ ഫീമെയിൽ ചാമ്പ്യൻസ് ആണ് അല്ലെങ്കിൽ റണ്ണേഴ്സ് അപ്പ് ആണ്. അതായത് സ്പെയിൻ കളിക്കുന്നവർക്കൊക്കെ സ്പെയിൻ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ മേഖലകളിലും അവർ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാഫുവിൻ്റെ അടക്കമുള്ളവർ ഉണ്ടാക്കിയെടുത്ത സിസ്റ്റം ഉണ്ട്. അവിടുത്തെ ജൂനിയർ താരങ്ങളെ എങ്ങനെ വാർത്തെടുക്കണം, അവരെങ്ങനെ കളിപ്പിക്കണം. അത് ഓരോ ടൂർണമെൻറ്റിലേക്ക് വരുമ്പോഴും സ്പെയിൻ അവിടെ ഫേവറേറ്റ്സ് ആണ്, പ്രത്യേകിച്ച് ജൂനിയർ ലീഗുകളിൽ. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി പത്രം നാഷണൽ സീനിയർ ടീമിലും വരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എൻട്രിക്കെ എൻട്രിക്കെ പുറത്താവുന്നതിന് ശേഷം ലാഫുവിൻ്റെ വരുന്നത്. ഇപ്പോൾ ലാഫുവിൻ്റെ വന്നതിന് ശേഷം നമുക്കറിയാം 2 നാഷൻസ് ലീഗ് കളിക്കുന്നു. ഒന്നിൽ വിൻ ചെയ്യുന്നു, ഒന്നൊരു റണ്ണറപ്പ് ആവുന്നു. മറ്റൊന്ന് ഒരു യൂറോ കപ്പാണ്, യൂറോ കപ്പ് വിൻ ചെയ്യുന്നു, വേൾഡ് കപ്പിലേക്ക് ഫൈനലിസ്റ്റ് ആവുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസിക്ക് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1000 പാസ് പദ്ധതി ഉണ്ടല്ലോ, 1000 പാസ് പദ്ധതി ആദ്യം ഇയാൾ ഉപേക്ഷിച്ചു. കാരണം ഈ ഫുട്ബോളിൽ സൗന്ദര്യത്തിലേക്ക് അപ്പുറത്ത് 3 പോയിൻ്റ് വിൻ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു പാഠം ഇയാൾ പഠിപ്പിച്ചു.
അത് അൾട്ടിമേറ്റ്ലി വിന്നാണ് ഫുട്ബോൾ. ഫാൻസും ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേ പാസ് ഇട്ട് ടിക്കറ്റൊക്കെ കളിച്ച് പോയി അതിലൊരു ബിൽഡപ്പ് ഉണ്ടാക്കി. ഈ ഇനിയസ്റ്റിൻ്റെ മറ്റേ പിക്ചറൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലൊരു പിക്ചറൊക്കെ വന്ന് ആ രീതിയിലുള്ള സൗന്ദര്യ ഫുട്ബോൾ അല്ല. അൾട്ടിമേറ്റ്ലി വിന്നാണ് വേണ്ടത്. ഒപ്പോണൻ്റ് എന്താണ് കളിക്കുന്നത്, ഒപ്പോണൻറ്റിൻ്റെ അറ്റാക്കിംഗ് സ്റ്റൈൽ എന്താണ്, ഒപ്പോണൻറ്റിൻ്റെ ഗെയിം പ്ലാൻ എന്താണ്, അതിൻ്റെ കൗണ്ടർ പ്ലാൻ ഉണ്ടാക്കുക. അതായിരുന്നു ഇയാളുടെ രീതി. അപ്പോൾ ഈ രീതിൻ്റെ വിന്നാണ് നമ്മൾ ഈ ഒരു 37 മത്സരങ്ങൾ അൺബീറ്റൻ സ്ട്രീക്കാണ്. ഇറ്റലി മുമ്പ് ഉണ്ടാക്കി വെച്ച റെക്കോർഡാണ് ഇപ്പോൾ സ്പെയിൻ ഇന്നലെ ലെവൽ ചെയ്തിട്ടുള്ളത്. അതായത് ഫുൾ ടൈമിൻ്റെയും എക്സ്ട്രാ ടൈമിൻ്റെയും സ്കോറാണ് നമ്മൾ ഈ ഒരു അൺബീറ്റൻ സ്ട്രീക്കിൽ പരിഗണിക്കുക. ഇപ്പോൾ നാഷണൽസ് ലീഗിൽ സ്പെയിന് ഇവരോട് പോർച്ചുഗലിനോട് തോറ്റ് ഒരു മത്സരമുണ്ട്, പക്ഷേ അത് പരിഗണിക്കില്ല. ഈ അൺബീറ്റൻ സ്ട്രീക്കിൽ ഈ റെക്കോർഡ് ഇടാനുള്ള കാരണം അതാണ്. ഒപ്പോണൻ്റ് എന്താണ് കളിക്കുന്നത് എന്നുള്ള ഗെയിം പ്ലാൻ ആദ്യമേ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അവരുടെ പഴയ മത്സരങ്ങൾ നോക്കി പഠിക്കുന്നുണ്ട്. എല്ലാ ടീമും ചെയ്യുന്ന രീതിയാണ്. പക്ഷെ അതിനൊരു കൃത്യമായ കൗണ്ടർ പ്ലാൻ ഉണ്ടാക്കുക. അവരിങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. ഇന്നലത്തെ മത്സരത്തിൽ ഒറ്റ സാധനം പറയാം, അതായത് പെഡ്രിയെ ഉപയോഗപ്പെടുത്തി റോഡ്രിക്ക് വർക്ക് ലോഡ് കുറയ്ക്കാമെന്നുള്ള രീതി വേണമെങ്കിൽ ലാഫുവിൻ്റെയൊക്കെ എടുക്കാമായിരുന്നു. കാരണം നമുക്കറിയാം അവരുടെ അറ്റാക്ക് അത്രയും സ്ട്രോങ് ആണ് എന്നുള്ളത്. പക്ഷേ അവിടെ ലാഫുവിൻ്റെ എന്തുകൊണ്ട് ഫാബിയൻ റൂയിസിന് ഇട്ടു എന്നുള്ളത്. ഫാബിയൻ റൂയിസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അറ്റാക്കിലും കളിക്കും ഡിഫൻസിലും ഉണ്ടാവും. നമുക്ക് കഴിഞ്ഞാൽ റോഡ്രിയിലേക്ക് ബോൾ എത്തുന്നതിന് മുമ്പ് അവിടേക്ക് ഫാബിയൻ റൂയിസ് ഓടിയെത്തുന്നുണ്ട്. അതേപോലെ ഓൽമോയിലേക്ക് ഒരു ബോൾ പാസ് വരുമ്പോഴേക്ക് പൊസിഷൻ ചെയ്യുന്നുണ്ട് ഫാബിയൻ റൂയിസ്. ഇപ്പോൾ ഈ ഒരു താരമുണ്ട്, ഈ ഒരു താരത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താനുള്ള കൃത്യമായ പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഷോമിനി റാബിയോട്ട് എന്നുള്ളൊരു ഡിഫൻസീവ് പെയർ ഉണ്ട്. ഈ ഡിഫൻസീവ് പെയറിനെ ഓവർലോഡ് ചെയ്യാൻ, ഈ ഡിഫൻസീവ് പെയറിന് ഒരു വർക്ക് ലോഡ് കൊടുക്കുക, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഫാബിയൻ റൂയിസിനെ കൊണ്ട്. അപ്പോൾ ഈ ലാഫുവിൻ്റെ രീതി അതാണ്. അതായത് ഒപ്പോണൻറ്റിൻ്റെ ഫ്രെയിം വർക്കിനെ പൊളിക്കാനുള്ള കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി വരിക, ആ പ്ലാൻ കളത്തിൽ എക്സിക്യൂട്ട് ചെയ്യുക. അതിന് യമാലിനെ പിൻവലിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ യമാലിനെ പിൻവലിക്കും. ആ കോൺഫിഡൻസ് ഉണ്ട്. അതായത് ഒരാളല്ല എനിക്ക് വേണ്ടി കളിക്കുന്നത്, 11 ആൾ ഒരു രാജ്യത്തിനെ മൊത്തം പ്രതീക്ഷയുമായിട്ടാണ് കളിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ പോകും. അതാണ് അയാളുടെ രീതി. അതായത് ഇപ്പോൾ പറഞ്ഞല്ലോ യമീൻ യമാലിൻ്റെ ആ ഒരു പെർഫോമൻസ് പുറത്തു വന്നില്ല, കാര്യങ്ങൾ വന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ യമീൻ യമാൽ പെർഫോം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് പല ഗോളുകളും. ഓസ്ട്രേലിയക്കെതിരെയുള്ള മാച്ചൊക്കെ അതിന് ഭയങ്കര എവിഡൻസ് ആണ്. പക്ഷെ വേറെ എനിക്ക് ഈ ഒരു ആംഗിളിൽ ചിന്തിക്കുമ്പോൾ, അതായത് ലമീൻ യമാൽ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് മാത്രമല്ല വേണ്ടത് ആ ടീമിന്. പക്ഷെ ഒരു ടീം പ്ലേ, ഒരു 11 പ്ലെയേഴ്സാണ് കളിക്കുന്നത്. ഒരു പ്ലെയർ മാത്രം അങ്ങനെ ഭയങ്കര ഔട്ട് ക്ലാസ് ആയിട്ട് നിൽക്കുക, അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. എവ്രി വൺ ഈസ് ഈക്വൽ എന്നുള്ളൊരു സംഭവമാണ് സ്പെയിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈക്വലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പം നമുക്ക് സ്പെയിനെ മാത്രം പറഞ്ഞ പോലല്ലോ, ഫ്രാൻസിൻ്റെ കൂടി പെട്ടെന്ന് പറഞ്ഞു പോകണം. ഫ്രാൻസിൻ്റെ ഇന്നലത്തെ മാച്ചിൽ എനിക്ക് തോന്നുന്നു സാലിബയുടെ ഇഞ്ചുറി ഒരു വലിയ ഫാക്ടറായിട്ട് എനിക്ക് തോന്നി. ആ ഒരു 30 മിനിറ്റിൽ തന്നെ അത് ഇഞ്ചുറി പറ്റിപ്പോയത്. പിന്നെ പെനാൽറ്റി ഒരു വലിയ ചെറിയൊരു കോൺട്രവേഴ്സി എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. മാറിയെന്ന് പറഞ്ഞാൽ അതായത് അത് പെനാൽറ്റി ആണോ, അതായത് ലമീൻ യമാൽ ലീൻ ചെയ്യുന്നുണ്ടോ, അതൊരു പെനാൽറ്റി നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ, അതേസമയം ലമീൻ യമാലിൻ്റെ ഹാൻഡ് ആണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഫസീന് പറയാനുള്ളത്? അതായത് ഒരു 50-50 ഡിസിഷനാണത്. ബേസിക്കലി സബ്ജക്റ്റീവ് ടു റെഫറി എന്ന് പറയാം. റെഫറി എടുക്കുന്ന തീരുമാനമാണ് അതിലൊരു അന്തിമം എന്നുള്ള കണക്കിലേക്ക് പോകുക. കാരണം അതിന് എക്സാമ്പിൾ ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു കൂട്ടർ പറയുന്നത് ലമീൻ യമാൽ ആ ബോളിലേക്ക് ലീൻ ചെയ്തു, അതൊരു ഫൗൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ്. ഈ ഒരു വേൾഡ് കപ്പിൽ ഫ്രാൻസിനെതിരെ തന്നെ ഇതേമാതിരി ഒരു അലിഗേഷൻ ആയിരുന്നു. ഫ്രാൻസ് വേഴ്സസ് സെനഗൽ മത്സരത്തിൽ സാദിയോ മാനെ എംബാപ്പയെ ബോക്സിൽ ടാക്കിൾ ചെയ്ത് വീഴ്ത്തുന്നുണ്ട്. അതൊരു പെനാൽറ്റി ഇൻസിഡൻറ്റ് ആണെന്ന് തോന്നിച്ചെങ്കിലും പിന്നീട് റെഫറി പറഞ്ഞു എംബാപ്പെ സ്വന്തം റൂട്ട് ഡൈവേർട്ട് ചെയ്തു, അതായത് ആ പ്ലെയറിലെ മേലേക്ക് വീഴാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ അതൊരു ഫൗളല്ല, അതൊരു അതായത് കമ്മിറ്റ് ചെയ്യുന്നത് ഫൗളിന് വേണ്ടിയിട്ട് കളിച്ച രീതിയാണ്, അതുകൊണ്ട് അത് ഫൗളല്ല എന്നുള്ളത്. അതുപോലെ തന്നെ നോർവേ വേഴ്സസ് ഇംഗ്ലണ്ടാന്ന് തോന്നുന്നു, ആ മത്സരത്തിലും ഇതുപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. സ്പെൻസർ അതായത് പെനാൽറ്റി വിളിച്ച ഇൻസിഡൻറ്റ് വീണ്ടും ചെക്ക് ചെയ്ത ശേഷമാണ് മനസ്സിലായത് സ്പെൻസ് അത് മനഃപൂർവ്വം കളിക്കുന്ന രീതിയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബോളിലേക്കും അത്തരത്തിലൊരു തോന്നലുണ്ട്, ഒരു ചെറിയൊരു ചായ്വ്. അതായത് അവിടെ പ്ലെയർ കോൺഷ്യസ് അല്ല, അവിടെ യമാൽ വരുന്നത് കോൺഷ്യസ് അല്ല എന്നുള്ളൊരു ബോധത്തിൽ യമാൽ കൃത്യമായിട്ട് ഓടിക്കയറി. അതായത് യമാലിൻ്റെ ഒരു ബ്രില്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കുകയാണ്. ബാക്കി റെഫറിങ് ഡിസിഷൻ ആണല്ലോ. അപ്പോൾ യമാൽ ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിലപ്പുറത്തേക്ക് ലൂക്കാസ് ഡിഗിനെ എന്നുള്ള പ്ലെയർ സ്വന്തം സോണിൽ വരുന്ന എതിരാളികൾ അവെയർ ആയിരുന്നില്ല. അവിടെ യമാലിൻ്റെ റൺ എടുക്കുന്നുണ്ടെന്ന് അവർ പ്ലെയർ വരുന്നുള്ളത് അവെയർ ആയിരുന്നില്ല. അതായതുള്ള അവെയർ അല്ലാത്ത അറ്റംപ്റ്റ്സ്, അതായത് ആ ഒരു വീശലുണ്ടല്ലോ, കാല് വീശും, നമ്മൾ പറയാം അത് ആക്സിഡൻ്റൽ അല്ലേ മനഃപൂർവ്വം അല്ലല്ലോ എന്നുള്ളത്. പക്ഷേ അത്തരത്തിലുള്ള ആക്സിഡൻ്റൽ കാര്യങ്ങൾക്ക് മുമ്പും പെനാൽറ്റി ഈ വർഷം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇംഗ്ലണ്ട് വേഴ്സസ് ക്രൊയേഷ്യ മത്സരത്തിൽ 4-2 ക്രൊയേഷ്യ തോറ്റ മത്സരം, അന്ന് ലൂക്കാ മോഡ്രിച്ച് നമ്മൾ പലപ്പോഴും കാണാത്തൊരു ഇൻസിഡൻറ്റാണ്, ലൂക്കാ മോഡ്രിച്ചിൽ പെനാൽറ്റി കൺസീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മത്സരത്തിൽ ലൂക്കാ മോഡ്രിച്ച് ഇതുപോലെ തന്നെ ഒരു കാല് ബോളിലേക്ക് നീട്ടുകയാണ്, പക്ഷേ ഓപ്പണൻ്റ് വരുന്നത് കാണില്ല, മഡ്വേക്കയുടെ ഫൗൾ ചെയ്യപ്പെടുകയാണ്, അതൊരു പെനാൽറ്റിയാണ്. അതുപോലെ തന്നെ ഏറ്റവും ത്രില്ലർ കണ്ട മെക്സിക്കോ ഇംഗ്ലണ്ട് മത്സരത്തിൽ ഹാരി കെയ്ന് ആദ്യം ഒരു പെനാൽറ്റി സ്കോർ ചെയ്ത ഹാരി കെയ്ന് പിന്നീട് ഹാരി കെയ്ന് പെനാൽറ്റി കൺസീഡ് ചെയ്യുന്നുണ്ട്. തൊട്ട് പിന്നാലെ റൗൾ ഹിമിനസ് സ്കോർ ചെയ്തൊരു ഗോളാണ്. അപ്പോൾ അതിലും ഹാരി കെയ്ൻ്റെ ഭാഗത്ത് നിന്ന് ഇൻസിഡൻറ്റ്, അതായത് ഓപ്പണൻ്റ് സ്വന്തം സോണിൽ വരുന്നത് അറിയാതെ വരുന്ന ആക്സിഡൻറ്റ് ഫൗളാണ്, പക്ഷേ അതിന് പെനാൽറ്റി കൊടുക്കാം എന്നുള്ളത് റൂൾ ബുക്കാണ്. പെനാൽറ്റി കൊടുത്തു. പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ റെഫറിങ് ഡിസിഷനാണ്, റെഫറിയുടെ മൈൻഡിൽ അത് പെനാൽറ്റിയാണ്. റെഫറി കണ്ടിട്ടുണ്ടാവും, ഡയറക്റ്റ്ലി റെഫറിൻ്റെ ഐസിൻ്റെ ഫ്രണ്ടിലാണ് നടക്കുന്നത്. അപ്പോൾ റെഫറി തീരുമാനിക്കുകയാണ് അതൊരു അറ്റംപ്റ്റ് ഓഫ് ഫൗളാണ്
അല്ലെങ്കിൽ അതൊരു ഒരു ജമ്പല്ല, അയാളൊരു ലീൻ ചെയ്തിട്ടില്ല എന്ന് റഫറീൻ്റെ ഒരു തീരുമാനമാണ്. പിന്നെ അൾട്ടിമേറ്റ്ലി മത്സരത്തിൽ റഫറിങ്ങിൻ്റെ കുറേ പിഴവുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. അവിടെയും ഇവിടെയൊക്കെ ചെറുതുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ വരുന്ന ആ പിഴവുകളൊക്കെ കൂട്ടി വെച്ച് എല്ലാം കൂടി ഒരുമിച്ച് ആ പെനാൽറ്റിയും കൂടി മുന്നിലേക്ക് ഇടും. നമ്മളല്ലേ ഒരു മുഖ്യ പ്രതിനെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക, ബാക്കി പിന്നിൽ കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഒരു മുഖ്യ ഇൻസിഡൻ്റ് ആയിട്ട് ഈ പെനാൽറ്റി ആൾക്കാർ മുന്നിലേക്ക് ഇടും, അതിൻ്റെ ബാക്കിൽ ബാക്കി കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് ഈ പെനാൽറ്റിയും ഒരു റഫറി മിസ്റ്റേക്ക് ആണെന്ന് പറയണ്ട, അതൊരു 50-50 ഡിസിഷൻ. പേഴ്സണലി ഞാൻ പറയുന്നത് ഒരു 50-50 ആണ്. വിളിച്ചത് സ്പെയിൻ അനുകൂലമായി പോയിന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മത്സരം കൊണ്ട് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ട്, അതായത് ദശാംസ് ഐ തിങ്ക് അദ്ദേഹത്തിൻ്റെ അവസാന മേജർ ടൂർണമെൻറ്റ് ഫൈനൽ കാണാതെ പുറത്താവുന്നത് കണ്ടു. അപ്പോൾ ഇന്നലെ ഫെബ്രിസോ റൊമാനൊക്കെ പറഞ്ഞു സീനത്തൈൻ സിദാൻ്റെ വരവാണ് ഇനി എന്നുള്ള രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ദശാംസിൻ്റെ ഒരു എനിക്കറിയാം കുറച്ച് വർഷങ്ങളായി ഇപ്പോൾ ഫ്രാൻസിൻ്റെ കോച്ചാണ്. അപ്പോൾ ദശാംസിൻ്റെ ഈ ഒരു ഫ്രഞ്ച് ടീമിലെ ലെഗസി എന്താണ്? അല്ല, ഫ്രാൻസ് ഇന്നലെ പുറത്തായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവർ വേൾഡ് കപ്പിൽ ഭയങ്കര കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു. ഇപ്പോൾ 2018 അവർ വേൾഡ് കപ്പ് അടിക്കുന്നു, 2022 അവർ ഫൈനലിൽ വരുന്നുണ്ടെന്ന് മാത്രമല്ല അവർ പരാജയപ്പെട്ടിട്ടില്ല, ഷൂട്ട് ഔട്ടിലാണ് അവർ പുറത്തു പോയിട്ടുള്ളത്. അപ്പോൾ ആ മാച്ചിലും അവരുടെ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു 2026 വേൾഡ് കപ്പിലും സെമി ഫൈനൽസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ 3 പ്രാവശ്യം ഒരു ടീം കോൺസ്റ്റൻ്റ് ആയിട്ട് സെമി ഫൈനൽസ് അതോ അല്ലെങ്കിൽ 2 പ്രാവശ്യം ഫൈനൽസ് വരെ എത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. പിന്നെ ഡിഡിയർ ഡെഷാംസ് എന്നുള്ള കോച്ച് പലപ്പോഴും പ്ലെയേഴ്സിന് ഭയങ്കര കോൺഫിഡൻസ് ഉള്ളൊരു കോച്ചാണ് ഡിഡിയർ ഡെഷാംസ്. ഇപ്പോൾ നമുക്കറിയാം എംബാപ്പെ പോലത്തെ പ്ലെയേഴ്സ് ഇവരൊക്കെ എങ്ങനെയാണ് ഒരു റയൽ മാഡ്രിഡ് ക്ലബ്ബിൽ നിന്ന് വരുന്നത് എന്നുള്ളത്. പക്ഷേ ആ സാധനം നമുക്ക് ഡിഡിയർ ഡെഷാംസിൻ്റെ കൂടെ ഇവരുടെ ഒരു റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കില്ല. അവർ ഭയങ്കരമായിട്ട് വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാനേജ്മെൻറ്റ്, കാരണം ഈ ഒരു ഫ്രാൻസിൻ്റെ ടീം എത്രത്തോളം സ്റ്റാർ സ്റ്റഡിൽ, അതായത് ഭയങ്കര ടാലൻസ് ഉള്ള ഒരു ടീമാണ്, ഇൻഡിവിജ്വലി ടാലൻസ് ഉള്ള ടീമാണ്. അപ്പോൾ ഈ പ്ലെയേഴ്സിനൊക്കെ കൂട്ടി യോജിപ്പിച്ച് അവർക്ക് വേണ്ട പൊസിഷൻസ് കറക്റ്റായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അതിന് ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റ് സ്കിൽ ആ കോച്ചിന് വേണം. പിന്നെ മാത്രമല്ല നമുക്കറിയാം ഇവരുടെ ഒരു എവിടെയെങ്കിലും ഈ ഒരു മിഡ്ഫീൽഡും ഡിഫൻസും വന്ന് എക്സ്പോസ്ഡ് ആവുന്നുള്ളത്. അപ്പോൾ ഇവർക്ക് ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുള്ള പോയിന്റ് ഉണ്ടായിരുന്നത് അവിടെ അറ്റാക്കേഴ്സ് ആയിരുന്നു. ഈ അറ്റാക്കേഴ്സിനെ ഡിഡിയർ ഡെഷാംസ് ഈ വേൾഡ് കപ്പിൽ നല്ലപോലെ യൂസ് ചെയ്തു എന്ന് വേണം പറയാൻ, അവർക്ക് പറ്റുന്ന അത്ര ടൈമിൽ. കാരണം ഒരു മാച്ചിൽ ഡെസീറെ ഡൂവെ ഇറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത 2 മാച്ച് ആൾക്ക് റെസ്റ്റ് എടുത്തിട്ട് ബ്രാഡ്ലി ബാർക്കോളിനെ ഇറക്കും. ഈ രീതിയിൽ ആൾക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ആ ഒരു അറ്റാക്കിങ്ങിൻ്റെ ലോഡ് മാക്സിമം ഓരോ മാച്ചിലും കുറച്ചിട്ട് ആ പ്ലേയേഴ്സിനെ സസ്റ്റെയിൻ ചെയ്യാൻ ഈ കോച്ചിന് സാധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആളുടെ കോൺട്രിബ്യൂഷൻ ഫ്രാൻസ് ഫുട്ബോളിന് ചെയ്തിട്ടുണ്ട്. വേൾഡ് കപ്പ് അടിച്ചിട്ടുണ്ട്, റണ്ണേഴ്സപ്പ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലൂസേഴ്സ് ഫൈനൽ കഴിഞ്ഞാൽ ഏത് പൊസിഷനിലാണ് വരിക എന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ തരത്തിൽ ഹി ഡെഫിനറ്റ്ലി ഹാസ് എ ലെഗസി ഇൻ ഫ്രാൻസ് ഫുട്ബോൾ. സോ ദശാംസിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഒരു വേൾഡ് കപ്പിൽ ഫ്രാൻസിനെ ഇത്രയും ഹൈപ്പ് കയറ്റാനൊക്കെ കാരണം ഇന്നലത്തെ ഒരു മത്സരത്തിന് പറയുകയാണെങ്കിൽ ഫ്രാൻസിൻ്റെ അറ്റാക്കിൽ അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ കളിയിലെ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ ഫ്രാൻസിലെ എനിക്ക് തോന്നുന്നു സ്പെയിൻ ന്യൂട്രലൈസ് ചെയ്തെന്നാണ് എനിക്ക് തോന്നിയത്. ഫ്രാൻസിൻ്റെ പ്രശ്നങ്ങൾ എന്താണോ അത് കണ്ടുപിടിച്ച് പിക്ക് ചെയ്ത് ലെഫ്യൂവൻ്റെ അത് ന്യൂട്രലൈസ് ചെയ്യുന്നതാണ് കണ്ടത്. എന്താണ്, അതായത് ഫ്രാൻസിൻ്റെ അഡ്വാൻറ്റേജസിനെ അതങ്ങോട്ട് അടിച്ചില്ലാതാക്കി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതേപോലൊരു ഈ ഒരു വേൾഡ് കപ്പിലൊരു ബ്രില്യൻ പെർഫോമൻസ് കാഴ്ച കിലിയൻ എംബാപ്പെ ഓൾറെഡി ഒരു ഫുട്ബോളിൽ ഗോട്ടഡ് നേച്ചർ എടുത്തു കഴിഞ്ഞതാണ്. ഇപ്പോൾ ഈ എംബാപ്പെ ഇനിയിപ്പോൾ 8 ഗോൾസായി ടോപ്പ് സ്കോർ പട്ടികയിൽ മുന്നിലാണ്. ഇനിയൊരു ലൂസേഴ്സ് ഫൈനലുണ്ട്, ടോപ്പ് സ്കോർ പട്ടിക എടുക്കുമല്ലോ എന്തായാലും. സാധ്യതകളുണ്ട്. നമ്മൾ എംബാപ്പയുടെ സ്പെയിൻ 2 ഗോളിൽ ലീഡിലാകുമ്പോഴും സ്പെയിൻ എന്തുകൊണ്ട് അല്ലെങ്കിൽ സ്പെയിൻ ഫാൻസ് ഒന്നുകൂടി ടെൻഷൻ അടിച്ചു എന്ന് ചോദിച്ചാൽ അപ്പുറത്തെ എംബാപ്പയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല എന്നല്ല. ഒലീസെ പോയി, അതുപോലെ ഡെംബലെ അല്ലെങ്കിൽ ബാർക്കോളെ പിൻവലിക്കുന്നു. ഇത്തരത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും സ്പെയിൻ അപ്പോഴും ഭയന്നിരുന്നത് കിലിയൻ എംബാപ്പയെ 90 മിനിറ്റോടെ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു മൊമെൻറ്റ് മതി, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മതി, ഒരു ചെറിയൊരു പാസ് കിട്ടിയാൽ മതി എംബാപ്പയ്ക്ക് അത് ഫിനിഷ് ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ എംബാപ്പയുടെ ആ ഒരു ഇൻറ്റൻറ്റ് നമ്മൾ മത്സരത്തിൻ്റെ അവസാന മിനിറ്റ് വരെ കണ്ടു. അപ്പം ആൾക്ക് നമ്മൾ വലിയൊരു ഫ്രസ്ട്രേഷൻ, ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, ഒരു എരിവ് കിട്ടിയിട്ടുണ്ട്. ഇതങ്ങോട്ട് തീർക്കണം, ഈ ഒരു കത്തൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ ലൂസേഴ്സ് ഫൈനലിൽ നമുക്ക് കാണാം. അത് ആരായാലും ഒപ്പണൻ്റ് ആയാലും എംബാപ്പയുടെ ഏറ്റവും അൾട്ടിമേറ്റ് വെർഷൻ ചിലപ്പോൾ ഒരുപക്ഷെ നോവിച്ച് വിട്ട് എംബാപ്പയെ പേടിക്കണം എന്ന് പറഞ്ഞിരിക്കുക. അയാൾ വേൾഡ് കപ്പിൽ ആദ്യമായിട്ടൊരു മത്സരം തോറ്റു, അപ്പോൾ അയാൾ തീർക്കാൻ പോവാണ്. സാധ്യതകളുണ്ട്. എംബാപ്പെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എംബാപ്പെ ഒരുപാട് പറയേണ്ട ആവശ്യമില്ല, കാരണം വേൾഡ് കപ്പ് എന്താണ്, എംബാപ്പെ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. അപ്പം നോവിച്ച് വിട്ട എംബാപ്പെ ലൂസേഴ്സ് ഫൈനലിൽ ഒരു ഉഗ്രരൂപം പൂണ്ടും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ഫൈനലിൽ ഇനി ഇംഗ്ലണ്ടാണോ
അർജൻറ്റീനയാണോ സ്പെയിൻ്റെ എതിരാളികൾ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ